വീഡിയോ കാണുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി. ഇന്ന് ഞാൻ അതിദാരുണമായൊരു സംഭവമാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ചെറുവണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ബൈക്ക് കണ്ടോ നിങ്ങൾ ബസ്സിനടിയിൽ കിടക്കുന്നത്. ആ ഒരു ദാരുണമായ സംഭവം അതിദയനീയമാണ് ഇന്ന് രാവിലത്തെ കാഴ്ച. ആ കാഴ്ച നിങ്ങളെ കൂടി ഒന്ന് അറിയിക്കാൻ വേണ്ടി, നിങ്ങളെ അറിയിക്കുന്നതിലത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏതൊരാളായാലും നമ്മളുടെ ജീവൻ്റെ പോലെ തന്നെ മറ്റൊരാളെയും കണക്കാക്കി വേണം. ഒന്നുകിൽ നമ്മളെക്കാൾ കൂടുതൽ പരിഗണന കൊടുക്കണം. ഞാനങ്ങനെ കാണുന്നു. നമ്മളെക്കാൾ കൂടുതൽ ഇത്തരം കാര്യങ്ങളിൽ വേറൊരാൾക്ക് പരിഗണന കൊടുക്കണം എന്നാണ്. കാരണം നമ്മളൊരു അപകടത്തിൽ പെടുകയാണെങ്കിൽ നമ്മൾ പെട്ടാലും മറ്റൊരാൾ പെടരുതേ എന്ന ചിന്താഗതിയോടെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇവിടെ ചെറുവണ്ണൂർ ഒരു പാലത്തിൻ്റെ പണി നടക്കുകയാണ്. അപ്പോൾ അവിടെ പൊതുവെ ചെറുവണ്ണൂർ അറിയുന്ന ആളുകൾക്കറിയാം, എന്നും ഭയങ്കര തിരക്കും പ്രശ്നങ്ങളുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ഫ്ലൈ ഓവർ നിർബന്ധമാണ്. അപ്പോൾ അവിടെ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നടക്കുകയാണ്. ആ വർക്ക് നടക്കുന്നിടത്താണ് നേരെ പോകേണ്ട ഒരു ബസ്സുകാർക്കൊക്കെ നമുക്കറിയാം, സ്ഥിരമായിട്ട് അവർ 2-3 ട്രിപ്പ് അല്ലെങ്കിൽ 4 ട്രിപ്പൊക്കെ പോകുന്ന ആളുകളായിരിക്കും. അല്ലാത്ത ആളുകൾക്ക് ഇത്തരം വർക്കുള്ള സ്ഥലങ്ങളിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പോകുന്ന വഴിയിലൂടെ ആവില്ല, കുറച്ച് കഴിഞ്ഞാൽ പോവുക. അപ്പോൾ വഴികൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും ഇത്തരം വർക്കുകൾ നടക്കുന്നിടത്ത്. അത് വർക്കിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചുവിടും. പക്ഷേ ബസ്സുകാരെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇവർ 2-3-4 ട്രിപ്പൊക്കെ പോകുമ്പോൾ ഒരു പ്രാവശ്യം ചെറിയൊരു മാറ്റം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും അത് പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇവിടെ അതൊന്നുമല്ല. ഇവിടെ നേരെ പോകേണ്ട റൂട്ടിൽ ചെറിയൊരു തിരക്ക് വന്നപ്പോൾ ഇപ്പുറത്തെ വഴിയിലൂടെ വളച്ചു കൊണ്ടുപോയിട്ട് ഒരു ബൈക്കുകാരനെ ഇടിച്ച് ഒരു 2-3 ഏകദേശം ഒരു 3 മീറ്ററിലപ്പുറം വലിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. 3 മീറ്ററിലപ്പുറം. കാരണം ഇവിടെ 3 മീറ്റർ എന്ന് നമുക്ക് പറയാം. സ്വാഭാവികമായിട്ട് ബസ്സിൻ്റെയൊക്കെ സ്പീഡ് ഒരു 60 ഒക്കെ നിജപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ 60 പോകുന്ന ബസ്സാണെങ്കിൽ അത് ചവിട്ടിയാൽ നിൽക്കാൻ കുറച്ച് ദൂരം പോകും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇതൊരു വർക്ക് നടക്കുന്ന സ്ഥലമാണ്. ഈ വർക്ക് നടക്കുന്ന സ്ഥലത്ത് മാക്സിമം 30 കിലോമീറ്റർ സ്പീഡാണ്. അത് നമുക്കൊക്കെ അറിയാലോ. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഒരു ബൈക്കിനെ തട്ടിയിട്ട് ആ ബസ് വിചാരിച്ച മാതിരി ചവിട്ടിയാൽ നിൽക്കാതെ വീണ്ടും അദ്ദേഹത്തെ വലിച്ചു പോയി. ഒരു സ്കൂൾ പയ്യനാണെന്നാണ് പറഞ്ഞു കേട്ടത്. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഭയങ്കര പ്രശ്നമാണെന്നാണ് ഞാൻ പറയുന്നത് കേട്ടത്. കാരണം ഇത്രയും സ്ഥലം അദ്ദേഹത്തെ വലിച്ചു കൊണ്ടുപോയി എന്നാണ് കേട്ടത്. അത് ഒരു വല്ലാത്ത സങ്കടകരമായ കാഴ്ചയാണ്. ആ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. കാരണം ബസ് ഓടിക്കുന്ന ആളുകളായാലും ഇനി എന്ത് വാഹനം ഓടിക്കുന്ന ആളുകളായാലും നമുക്കൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മളൊക്കെ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലും എന്നൊരു ധാരണയിൽ മാത്രമാണ് നമ്മളൊക്കെ ഇറങ്ങിപ്പോകുന്നത്. അത് മറ്റൊരാൾ നമ്മളെങ്ങനെ ഇത്തരം അപകടപ്പെടുത്തും എന്നൊരു ധാരണയിലൂടെ അല്ലല്ലോ നമ്മളൊന്നും ഒരിക്കലും യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജീവൻ എങ്ങനെയോ അതുപോലെ തന്നെ ഇപ്പോൾ ആ വീട്ടിലുള്ള ആളുകളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇത്തരം ഒരു സന്ദർഭത്തിൽ പെട്ടാൽ അവരുടെ ഒരു മാനസികാവസ്ഥ, തന്നെയല്ല ആ അപകടം പറ്റിയ ഉള്ളൊരു മാനസികാവസ്ഥ, എന്തെല്ലാം ഉദ്ദേശങ്ങളും എന്തെല്ലാം കാര്യങ്ങളുമായിട്ട് ഇറങ്ങിയ ഒരു മനുഷ്യനായിരിക്കും. അദ്ദേഹത്തെ ആണ് ഇത്തരം നിഷ്ഠൂരമായിട്ട് വാഹനം കയറ്റിയിട്ടുള്ളത്. ഇത് ഈ ബസ്സുകാരൻ്റെ അങ്ങേയറ്റത്തെ തെറ്റെന്ന് തന്നെ പറയാം. കാരണം അദ്ദേഹം പോകേണ്ട വഴിയിലൂടെ പോകാതെ അപ്പുറത്തൊരു വഴിയിലൂടെ പോയി. ആ പോകുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ഇവിടെ സ്പീഡ് പോലും അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിലായിരിക്കണം അദ്ദേഹം വന്നിട്ടുണ്ടായിരിക്കുക. അതല്ലെങ്കിൽ ഇങ്ങനെ പോകാൻ യാതൊരു ചാൻസും ഇല്ല. ഈ ഭാഗത്തു കൂടെയൊക്കെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആളാണ് ഞാൻ. എനിക്കറിയാം ഇവിടെ നമുക്ക് എഴഞ്ഞിട്ടേ പോകാൻ കഴിയുള്ളൂ. വർക്ക് നടക്കുകയാണ്. പൊതുവെ വർക്ക് നടന്നില്ലെങ്കിൽ പോലും ഇവിടെ അധിക സ്പീഡിൽ പോകാൻ പറ്റിയൊരു സ്ഥലമല്ല. എപ്പോഴും നല്ല തിരക്കുള്ള സ്ഥലമാണ്. കാരണം 4 റോഡുകൾ ഒരേമാതിരി തിരക്കുള്ള ഒരു ജംഗ്ഷനാണിത്. അപ്പോൾ ആ ജംഗ്ഷനിലെ തിരക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പാലത്തിൻ്റെ പണി നടക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് ഇത്തരം സംഭവങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനൊരു കാര്യമുള്ളൂ, നിങ്ങളെല്ലാ ആളുകളോടും എന്നോടടക്കം
അതെന്താണെന്ന് വെച്ചാൽ ഇത്തരം വർക്കുകളും കാര്യങ്ങളും നടക്കുന്ന സ്ഥലങ്ങളിൽ പരമാവധി സ്പീഡ് ഏറ്റവും കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറച്ചാണ് യാത്ര ചെയ്യാവൂ. നമ്മളെപ്പോലെ തന്നെ മറ്റുള്ള ആളുകൾക്കും നമ്മോടൊപ്പം ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന ഒരു ബോധ്യത്തിലായിരിക്കണം പ്രത്യേകിച്ച് ഈ വലിയ വണ്ടിയൊക്കെ ഓടിക്കുന്ന ആളുകൾ പിന്നെ ഓടിച്ചു പോകാൻ. ഇപ്പോൾ ഇവിടെ നാഷണൽ ഹൈവേ വർക്കിലും ഇതേപോലെ തന്നെ ഇത്തരം വർക്കുകൾ നടക്കുന്ന സ്ഥലങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾ ഓരോ ആളുകളും ഓരോ ഡ്രൈവർമാരും പ്രത്യേകിച്ച് വലിയ വലിയ വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാർ പരമാവധിയിൽ അപ്പുറം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ ലംഘിച്ചുകൊണ്ടായിരിക്കരുത് വാഹനം ഓടിക്കുന്നത്. അതായത് നീതിന്യായ വ്യവസ്ഥ എന്തോ അതനുസരിച്ച് ഓരോ ഭാഗത്തും അവിടെ പ്രത്യേകം ബോർഡുകൾ വെച്ചിട്ടുണ്ടായിരിക്കും. അവിടെ വർക്ക് നടക്കുന്നതാണ്, ഇന്ന വർക്കാണ് എന്നെല്ലാം ബോർഡുകൾ ഉണ്ടായിരിക്കും. അത് പാലിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ ഇത്തരം അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ എല്ലാ ആളുകളും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ജീവന് വില നൽകുക. ഓക്കെ.